സ്റ്റഡിയിലേക്ക് സ്വാഗതം. നമുക്ക് ഇന്ന് ഉത്തരായന രേഖ കടന്നു പോകുന്ന സംസ്ഥാനങ്ങൾ നോക്കാം കേട്ടോ. ഇതിൽ ഉത്തരായന രേഖ കടന്നു പോകുന്ന ഡിഗ്രി ചോദിച്ചാൽ 23 ഡിഗ്രി നോർത്ത് അഥവാ വടക്ക്. ഉത്തരായന രേഖ കടന്നു പോകുന്നത് എത്ര ഡിഗ്രിയാണ്? 23 ഡിഗ്രി നോർത്ത്. ഉത്തരായന രേഖ കടന്നു പോകുന്ന സംസ്ഥാനങ്ങളുടെ എണ്ണം 8. അപ്പോൾ ഉത്തരായന രേഖ കടന്നു പോകുന്ന സംസ്ഥാനങ്ങളുടെ എണ്ണം എത്രയാണ്? 8. ഏതെല്ലാം സംസ്ഥാനങ്ങളാണ്? ഗുജറാത്ത്, രാജസ്ഥാൻ, മധ്യപ്രദേശ്, ഛത്തീസ്ഗഡ്, ജാർഖണ്ഡ്, പശ്ചിമ ബംഗാൾ, ത്രിപുര, മിസോറാം. ഏതൊക്കെയാണ് 8 സംസ്ഥാനങ്ങൾ? ഉത്തരായന രേഖ കടന്നു പോകുന്ന സംസ്ഥാനങ്ങൾ 8 ഏതൊക്കെയാണ്? ഗുജറാത്ത്, രാജസ്ഥാൻ, മധ്യപ്രദേശ്, ഛത്തീസ്ഗഡ്, ജാർഖണ്ഡ്, പശ്ചിമ ബംഗാൾ, ത്രിപുര, മിസോറാം. ഇതിനൊരു ചെറിയൊരു കോഡ് ഉണ്ട് കേട്ടോ. നമുക്ക് ആ കോഡും കൂടി നോക്കാം. കോഡ് ഇതാണ്: ഗുജരാജ മധ്യ ഛത്തി ജാർ പത്രമി. എന്താണ്? ഗുജരാജ മധ്യ ഛത്തി ജാർ പത്രമി. നമ്മൾ ഏതെങ്കിലും കോഡ് പഠിച്ചിട്ടുണ്ടെങ്കിൽ ആ കോഡ് മതി. പുതിയതായിട്ട് കോഡൊന്നും ഇല്ലാത്തവർ ഇത് പഠിച്ചാൽ മതി കേട്ടോ. ഞാനിത് 2018 പഠിച്ചൊരു കോഡാണ്. ഇന്നേ വരെ ഞാൻ മറന്നിട്ടില്ല. അതുപോലെ നിങ്ങളും ഏതെങ്കിലും കോഡ് പഠിച്ചിട്ടുണ്ടെങ്കിൽ അത് മതി. പുതിയതായി പഠിക്കുന്ന ഒരാളാണെങ്കിൽ ഈ കോഡ് പഠിച്ചോ. ഗുജരാജ മധ്യ ഛത്തി ജാർ പത്രമി. എന്താണ്? ഗുജരാജ മധ്യ ഛത്തി ജാർ പത്രമി. അപ്പോൾ ഗുജ പറയുന്നത് ഗുജറാത്ത്, രാജ പറയുന്നത് രാജസ്ഥാൻ, മധ്യ പറയുന്നത് മധ്യപ്രദേശ്, ഛത്തി പറയുന്നത് ഛത്തീസ്ഗഡ്, ജാർ പറയുന്നത് ജാർഖണ്ഡ്, പത്രമി പറയുമ്പോൾ 3 സംസ്ഥാനങ്ങളിൽ കിട്ടും. പ പറയുന്നത് പശ്ചിമ ബംഗാൾ, ത്ര പറയുന്നത് ത്രിപുര, മീ പറയുന്നത് മിസോറാം. അപ്പോൾ ഏതൊക്കെയാണ്? ഗുജറാത്ത്, രാജസ്ഥാൻ, മധ്യപ്രദേശ്, ഛത്തീസ്ഗഡ്, ജാർഖണ്ഡ്, പശ്ചിമ ബംഗാൾ, ത്രിപുര, മിസോറാം. കോഡ് എന്തായിരുന്നു? ഗുജരാജ മധ്യ ഛത്തി ജാർ പത്രമി. കോഡ് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ, ബെൽ ബട്ടൺ കൂടി പ്രസ് ചെയ്യണേ. താങ്ക്